അപ്പൊ ഗായ്സ് ഡൽഹിയിലെ മൂന്നാമത്തെ ദിവസം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ആവാണ് കേട്ടോ. നമ്മളിപ്പോ ഇരിക്കുന്ന ഇവിടുത്തെ ഒരു ബസ്സിലാണ് കേട്ടോ, ലോക്കൽ ബസ്സിലാണ് കേട്ടോ. ഗവൺമെന്റ് ബസ്സാണെന്ന് തോന്നുന്നു. നമുക്ക് ഇപ്പൊ പോകേണ്ടത് നിസാമുദ്ദീനാണ്. നമ്മൾ നേരെ നിസാമുദ്ദീൻ പോയിട്ട് ഹുമയൂൺ ടോംബാണ് ആദ്യം കാണാൻ പോകുന്നത്. ഹുമയൂൺ ടോംബ് കാണുക. ഹുമയൂൺ ടോംബ് കണ്ടതിന് ശേഷം അവിടുന്ന് നേരെ മാർക്കറ്റിൽ വരിക, കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഇന്നലെ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ട് നമുക്ക് നടന്നില്ല. കാരണം നമ്മൾ ഇന്നലെ യാത്രയൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ റൂമൊക്കെ എടുന്ന് ഫ്രഷ് ആയിട്ട് ഇന്ന് രാവിലെ ആയിരുന്നു നമ്മൾ ശരിക്കും നോക്കിയായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ഡ്രസ്സ് എടുക്കണം. ഡ്രസ്സ് എടുത്തതിന് ശേഷം വൈകുന്നേരം നമുക്ക് റെഡ് ഫോർട്ട് കാണാൻ പോകാതെ. അപ്പൊ അതാണ് നിലവിൽ ഇന്നത്തെ പ്ലാന്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കണ്ടറിയാം. ബസ്സൊക്കെ ഇറങ്ങി നമ്മളിത് ഹുമയൂൺ ടോംബിലോട്ട് നടക്കുവാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ അതിനായിട്ട് ഇനി വണ്ടി ഒന്നും വെറുതെ വിളിക്കുന്നില്ല. ഇത് കേട്ടോ മെട്രോ അടിയിൽ കൂടെ കേട്ടോ പറയുന്നത്. മേളിൽ കൂടെ മെട്രോ ആണ്. ഈ റൂട്ട് അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇടുമ്പോൾ സ്ട്രേറ്റ് പോയിട്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ കേട്ടോ ലൊക്കേഷൻ കാണിച്ചത്. അങ്ങനെയാണ് നടന്നു പോവാം. ഡൽഹിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നിയത് ഈ വേസ്റ്റ് ആണ് കേട്ടോ. കാരണം വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള നഗരമാണ് ഡൽഹി. നമുക്ക് ഇന്നലെ പോലും ശ്വാസം പോലും കിട്ടുന്നില്ലായിരുന്നു വഴിയിൽ ഇറങ്ങി നിന്നിട്ട്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇതാട്ടോ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാല് നമുക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. നമ്മള് താജ്മഹാള് ഓക്കെ ആയിരുന്നു. ഹുമയൂൺ ടോംബിനെ പറ്റി നമ്മൾ ആ ലൊക്കേഷൻ പ്ലാൻ ചെയ്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ 1-2 പ്ലാനുകൾ ഇങ്ങനെ ഫ്ലോപ്പ് ആയപ്പോൾ തന്നെ നമ്മൾ ചൂസ് ചെയ്ത ലൊക്കേഷൻ ആട്ടോ ഇത്. രണ്ടാം മുഗൾ ഭരണാധികാരിയായിരുന്ന ഹുമയൂൺ ചക്രവർത്തിയുടെ ശവകുടീരമാണ് കേട്ടോ ഹുമയൂൺ ടോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 30 ഏക്കറിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ടോം പണികഴിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായ ഹാമിദ ബാനു ബീഗമാണ്. താജ്മഹൽ നിർമ്മിക്കുന്ന സമയത്ത് ഹുമയൂൺ ടോംബിനെ മാതൃകയാക്കാൻ ഷാജഹാൻ പറഞ്ഞുവെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. മാത്രമല്ല ഇത് പേർഷ്യൻ ആർക്കിടെക്ചറിൽ റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചൊരു ടോംബാണ് കേട്ടോ. ഇന്ത്യൻ പാക് വിഭജന കാലത്ത് ഇതൊരു അഭയാർത്ഥി ക്യാമ്പായി നിലകൊണ്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല മുഗൾ റൂളിംഗ് ഫാമിലിയിലെ ഏകദേശം 150ഓളം കബറിടങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഇന്ത്യൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. പക്ഷെ ഇത് നല്ല രസമാണ് കേട്ടോ കാണാനും. താജ്മഹലിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന അതേ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ നമുക്ക് ഹുമയൂൺ ടോംസിനും കിട്ടുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഹുമയൂൺ ടോംസ് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നുകൊണ്ടാട്ടോ നമ്മൾ ലിസ്റ്റിൽ നമ്മൾ ഹുമയൂൺ ടോംസ് ക്യാൻസലാക്കിയത്. വളരെ നല്ലൊരു ലൊക്കേഷനാണ്. അതായത് ഡൽഹി വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് ഒരു ലൊക്കേഷനാണ് കേട്ടോ ഹുമയൂൺ ടോംബ്. നമുക്ക് താജ്മഹലിൻ്റെ അതേ ഫീല് തന്നെ നമുക്ക് ഹുമയൂൺ ടോംബിലും കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഹുമയൂൺ ടോംബിനകത്ത് കയറി കേട്ടോ. ഫൈനലി ഈ ബാക്കിൽ കാണുന്നതാണ് ഗൈസ് മുതല്. കണ്ടോ, നമ്മൾ ഇന്നലെ താജ്മഹൽ കാണാൻ പറ്റാത്തതിന്റെ ക്ഷീണം ഇന്നിവിടം കൊണ്ട് അങ്ങ് തീർത്തു ഗൈസ്. ഇനിയിപ്പോ നാളെ നമുക്ക് താജ്മഹൽ കണ്ടാലും ഓക്കെയാണ് ഗൈസ്. സമാധാനമായി, മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ ലൊക്കേഷൻ കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കേട്ടോ. തിരക്കുണ്ട് എന്നാലും വലിയ തിരക്കില്ല. നമ്മൾ ഇന്നലെയൊക്കെ പോയ സ്ഥലമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും കൊള്ളാം കേട്ടോ, അടിപൊളി സ്പോട്ടാണ്. നമുക്ക് ഇതിനകത്തോട്ട് കയറാം കേട്ടോ. അകത്ത് കയറിയിട്ട് നോക്കാം ഇതിനകത്ത് എന്താണ് സംഭവം എന്നൊക്കെ. നല്ല രസമാണ് കേട്ടോ. ഇതിനെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പും നല്ല രീതിക്കാണ് കേട്ടോ കിടക്കുന്നത്. നമുക്കിതിനെ കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുത്തനെയുള്ളൊരു പടിയായിരുന്നു കേട്ടോ. ഇതിനെ കുറേ കവാടങ്ങൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ അകത്തൊന്നും കയറി നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ ഹുമയൂൺ ടോംബ് കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് കുറച്ച് തുണിയൊക്കെ മേടിക്കാനാട്ടോ. നമ്മൾ അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല, കാരണം മാർക്കറ്റിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് അതിന് ശേഷം നേരെ റെഡ് ഫോർട്ട് പോകാം കേട്ടോ. റെഡ് ഫോർട്ട് നമുക്ക് ഈവനിങ് പോവാം. ഇപ്പൊ റെഡ് ഫോർട്ടിലെ വീഡിയോസിനൊക്കെ ഇനി എടുക്കാം കേട്ടോ. ഇത്തെ ബസ് പിടിക്കാൻ പോവാ കേട്ടോ. ഇത് ബസ് സ്റ്റോപ്പാണ്. അപ്പൊ നമുക്ക് ഇവിടെ ബസ്സിന് നമ്പറാട്ടോ. അപ്പൊ ഈ അടുത്ത ബസ്സിൽ കയറി നമുക്ക് നേരെ ന്യൂഡൽഹിക്ക് പോകാം കേട്ടോ. നമ്മള് റെഡ് ഫോർട്ടിന്റെ അടുത്ത് എത്താറായിട്ടോ. നമ്മൾ കയറിയ മാർക്കറ്റിന്റെ അവിടെ നിന്ന് കൂടി പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ഉണ്ടായിരുന്നു റെഡ് ഫോർട്ടോട്ട്. മാത്രമല്ല നമുക്ക് റെഡ് ഫോർട്ട് ഈവനിങ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മള് റെഡ് ഫോർട്ട് എത്തി കേട്ടോ. നമ്മുടെ ബാക്കിൽ കാണുന്ന കേട്ടോ റെഡ് ഫോർട്ട്. നമുക്കാണ് 500 രൂപയുടെ നോട്ടിൽ മാത്രമേ ഇത് കണ്ടു പരിചയമുള്ളൂ. ആദ്യമായിട്ടോ നേരിൽ കാണുന്നത്. നമ്മൾ ശരിക്കും ബാക്ക് സൈഡിലെ ഗേറ്റിൽ കൂടെയാണ് കേട്ടോ കയറിയത്. കാരണം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വന്നപ്പോഴത്തേനും നമ്മൾ പുറകു സൈഡ് വഴിയാണ് നമുക്ക് കയറാൻ പറ്റിയത്. പക്ഷെ അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് നടന്ന് ഓരോ ഭാഗവും കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ചെങ്കോട്ടയുടെ പേര് ലാൽ കില എന്നാണ് കേട്ടോ. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ തൻ്റെ തലസ്ഥാനം ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ചെങ്കോട്ട പണിയുന്നത്. താജ്മഹൽ പണിത് അതേ ആൾ തന്നെയാണ് ചെങ്കോട്ട പണിതെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ശരിക്കും 2 ഗേറ്റാണ് കേട്ടോ ഉള്ളത്. ഒന്ന് യാഹോർ ഗേറ്റും ഒന്ന് ഡൽഹി ഗേറ്റും. അങ്ങനെ 2 കവാടങ്ങളാണ് ചെങ്കോട്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ 1ാം സ്വാതന്ത്ര്യ സമയത്ത് ചെങ്കോട്ട വഹിച്ച പങ്ക് വളരെയധികം വലുതാണ്. അങ്ങനെ ഒടുവിൽ ഗായ്സ് നമ്മളിത് റെഡ് ഫോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ. ഇതേ കാണുന്നതാണ് റെഡ് ഫോർട്ട്. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ റെഡ് ഫോർട്ട്. 500 രൂപയുടെ നോട്ടിലല്ല ആദ്യമായിട്ടോ സാധനം നേരിട്ട് കാണുന്നത്. അങ്ങനെ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത്.
റെഡ് ഫോർട്ട് കാണാൻ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്നാളും സാധിച്ചു കിട്ടി. ഇവിടെ വരുന്നവരെന്നാളും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഭയങ്കര മോഷണമാണ്. അതുകൊണ്ട് ഒരു സാധനങ്ങളും പുറത്തെടുത്ത് കാണിക്കുകയോ കയ്യിൽ പിടിക്കുകയോ അങ്ങനെ പോലും ചെയ്യാതിരിക്കുക. ഇവിടെ പോലീസുകാർ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ, അവരവരുടെ സാധനങ്ങൾ അവരവർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ രീതിക്ക്. അത് മാത്രമല്ല, ഇങ്ങോട്ട് വരാൻ നമുക്ക് റാപ്പിഡോ, ഊബർ, മെട്രോ, ബസ് അങ്ങനെ പല ഗതാഗതങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. ആരെയും സ്കാമിൽ ചെന്ന് ചാടാതിരിക്കുക. റാപ്പിഡോ, ഊബറൊക്കെ ആകുമ്പോൾ ഒറ്റ പേയ്മെൻറ്റിൽ തന്നെ നമുക്ക് ഇവിടെ വരാൻ പറ്റും. ബൈക്ക് ടാക്സി വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ റെഡ് ഫോർട്ട് ഒക്കെ കണ്ടിറങ്ങി ഗൈസ്. നമ്മൾ ഇനിയിപ്പോ തിരിച്ചു വിടുന്ന മെട്രോയ്ക്കാട്ടോ പോകുന്നത്. ഇത് മെട്രോ സ്റ്റേഷനാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പം നാളെ താജ്മഹലിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണും വരെ ബൈ.